ഹായ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരു മിഠായി നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? ഞാൻ ഈ ഒരു മിഠായി കണ്ടതിൽ ഇൻസ്പയർ ആയിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അതിനായിട്ട് നമ്മളിവിടെ സോക്സ് മേടിച്ച ഒരു കവർ ഉണ്ടായിരുന്നു, ആ കവറാണ് എടുക്കുന്നത് കേട്ടോ. കുറേ നാളായി ഞാനിത് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ട്, പക്ഷേ ചെയ്യാനിരിക്കുമ്പോൾ എല്ലാ സാധനങ്ങളും ഒന്നിച്ച് നമ്മുടെ കയ്യിലുണ്ടാവില്ല. അപ്പോൾ ഇപ്പോൾ എല്ലാം സെറ്റായി വന്ന സ്ഥിതിക്ക് എന്തായാലും ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ പാണ്ടക്കുട്ടിനെ ഇവിടെ വെച്ചിട്ട് നോക്കി തന്നെ വരച്ചെടുക്കാം. ഇതിനായിട്ടൊരു ബ്ലാക്ക് പെയിൻറ്റും വൈറ്റ് പെയിൻറ്റും ഗ്രീൻ പെയിൻറ്റും മാത്രം മതി കേട്ടോ. അപ്പോൾ വീഡിയോ മുഴുവനായും കണ്ടു നോക്കുക, കാണാതെങ്ങും പോയേക്കല്ലേ. അപ്പോൾ നമ്മുടെ പെയിൻറ്റിംഗ് ഒക്കെ ഏതാണ്ട് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. അതിനായിട്ട് കുറച്ച് പഞ്ഞി ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഇതിനുള്ളിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഒരു പാണ്ടക്കുട്ടനെ ഇഷ്ടമെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. നിങ്ങളുടെ ഒരു ലൈക്കിനും കമൻറ്റിനും സബ്സ്ക്രൈബിനും ഒക്കെ വേണ്ടിയാണ് നമ്മളിവിടെ വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഇതൊന്നും ചെയ്യാതെ പോയേക്കരുത് കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമല്ലേ നമുക്ക് അടുത്ത നല്ല നല്ല വീഡിയോസൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. ഇനി നമുക്കിതിൻ്റെ ഈ ഒരു അടിഭാഗത്ത് ഇതുപോലെ ഇങ്ങനെ അങ്ങ് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഈ പശയൊക്കെ പോയിട്ട് ഒട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു ഇൻസുലേഷൻ ടേപ്പ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇത് ഏതാണ്ടൊരു സ്കിഷിയൊക്കെ പോലെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതിനെ ഒന്ന് ഞെക്കിയൊക്കെ നോക്കിയാലോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.